ചേട്ടാ നമസ്കാരം. നമസ്കാരം. ട്രംപും ഇന്ത്യയും തമ്മിലുള്ള യുദ്ധം, അല്ലെങ്കിൽ ട്രംപും മോദിയും, അല്ലെങ്കിൽ അമേരിക്കയും ഇന്ത്യയും, നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ഇതിനെ വ്യാഖ്യാനിക്കാം. ഈ സാധനം ഒരു തുറന്ന പോരിലേക്ക് നിലവിൽ കടന്നിരിക്കുകയാണ്. നേരത്തെ അന്തർധാരയിലായിരുന്നു വലിയ ഒരു ക്ലാഷ് ഉണ്ടായിരുന്നതെങ്കിൽ ഇപ്പോൾ അത് ഒരു തുറന്ന പോരായി മാറിയിരിക്കുന്നു. ലോകരാജ്യങ്ങൾക്ക് മുന്നിലേക്ക് വരെ അതെത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോ ഡൊണാൾഡ് ട്രംപിനെ അല്ലെങ്കിൽ അമേരിക്കയെ ഇന്ത്യ വളരെ ശക്തമായ രീതിയിൽ പ്രതിരോധിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ആദ്യം ഒരു ചെറിയ ചരിത്രം പറഞ്ഞു തുടങ്ങാം. 1965 അതായത് ഇത് ആദ്യമായിട്ടല്ല ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം അമേരിക്കയെ പ്രതിരോധിക്കുന്നത്. കോൺഗ്രസിന്റെ പല പ്രധാനമന്ത്രിമാർ വന്നിട്ടുണ്ടെങ്കിലും മൻമോഹൻ സിംഗ് അടക്കമുള്ളവർ അമേരിക്കയ്ക്ക് മുന്നിൽ മുട്ടിലെഴയുന്ന കാഴ്ചയാണ് നമ്മൾ കാണാനായിട്ട് സാധിച്ചത്. പല പ്രധാനമന്ത്രിമാർ ശക്തരായിരുന്നുവെങ്കിലും അവർക്കൊന്നും തന്നെ യഥാർത്ഥത്തിൽ ഈ കോൺഗ്രസ് കുടുംബത്തിന്റെ ഒരു വലിയ പിടി ആ പ്രധാനമന്ത്രി കസേരയ്ക്ക് മുകളിലുള്ളത് കൊണ്ട് ഒരു സ്വതന്ത്രമായിട്ടുള്ള ഒരു ഭരണം കാഴ്ചവെക്കാൻ സാധിച്ചില്ല. മൻമോഹൻ സിംഗിന്റെ കാര്യത്തിലും ഇതാണ് പറയപ്പെടുന്നത്. കാരണം മൻമോഹൻ സിംഗിന്റെ കഴിവുകൾ ഇവർ വലിയ രീതിയിൽ റെസ്ട്രിക്ട് ചെയ്തു എന്നുള്ളതാണ്, ഇവരുടെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി എന്ന് പറയുന്നു. എന്തായാലും 1962 ഇന്ത്യ ചൈന യുദ്ധത്തിന് ശേഷം ഇന്ത്യയുടെ ഭക്ഷ്യശേഖരം ക്ഷയത്തിന്റെ വക്കിലായിരിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു. ആ സമയത്ത് നമ്മുടെ പ്രധാനമന്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രിയായിരുന്നു. അദ്ദേഹം നമ്മുടെ രാജ്യത്തെ ഭക്ഷ്യസുരക്ഷയെ കുറിച്ച് ആശങ്കപ്പെട്ടിരുന്നു. ആ സമയത്ത് നമ്മുടെ രാജ്യത്ത് ഇത്രയും വലിയ ഭക്ഷ്യക്ഷാമം ഉണ്ടായിരുന്നിട്ട് പോലും നമ്മൾ വളരെ വലിയ രീതിയിൽ മറ്റ് രാജ്യങ്ങൾക്ക് സേവനം ചെയ്യുമായിരുന്നു. ഭക്ഷ്യ വസ്തുക്കൾ കയറ്റി അയക്കുമായിരുന്നു. അന്ന് മഴ എന്ന് പറഞ്ഞാൽ ഈ 65 മഴക്കുറവ് കാരണം രാജ്യം വരൾച്ച നേരിടുന്ന ഈ സമയത്ത്, ചൈനയുമായിട്ട് യുദ്ധം ഉണ്ടായിരിക്കുന്ന ഈ സമയത്ത് 1965 ഓഗസ്റ്റ് 5 ചൈനയുമായിട്ടുള്ള യുദ്ധം കഴിഞ്ഞ ശേഷം 30,000 പാകിസ്ഥാൻ പട്ടാളക്കാരാണ് കശ്മീരിലേക്ക് ഇടിച്ചുകുത്തി വന്നത്. ഈ ഒരു സമയത്ത് ഇന്ത്യ വളരെ വലിയ ഒരു പ്രതിസന്ധിയിലേക്ക് പോയി. ആ സമയം അമേരിക്ക ഈ സാഹചര്യം മുതലെടുത്തുകൊണ്ട് അമേരിക്ക പറഞ്ഞു, ഇന്ത്യക്ക് ഞങ്ങൾ തരുന്ന ഗോതമ്പ് ഇനി തരില്ല എന്ന് പറഞ്ഞു. ഗോതമ്പ് ഇന്ത്യക്ക് തരില്ല എന്ന് പറഞ്ഞു. ആ മറുഭാഗത്ത് ഒരു ഉഗ്രമായിട്ടുള്ള യുദ്ധം നടക്കുന്നു, ഒരു ഭാഗത്ത് വലിയ പട്ടിണി നടക്കുന്നു. സ്വാഭാവികമായിട്ടും നമ്മുടെ രാജ്യത്തിന് മുട്ടുകുത്താൻ ഇതിൽ പരം വേറെ ഒരു സാഹചര്യവും വേണ്ട. പക്ഷെ അന്ന് നമ്മുടെ ലാൽ ബഹാദൂർ ശാസ്ത്രിയുടെ ഒരു നിശ്ചയദാർഢ്യമാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. അദ്ദേഹം പറഞ്ഞത്, നിങ്ങൾ ഗോതമ്പ് തന്നില്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് പട്ടിണി കിടന്ന് നല്ല ശീലമുണ്ട്, അവർ പട്ടിണി കിടന്നോളും എന്നാണ് അന്ന് ലാൽ ബഹദൂർ ശാസ്ത്രി പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞു, ഇനി നിങ്ങൾ തരണ്ട, ഇത് ആത്മാഭിമാനത്തിന്റെ പ്രശ്നമാണ്, ഞങ്ങൾ നിങ്ങളുടെ ഗോതമ്പ് വാങ്ങിക്കാൻ വിസമ്മതിക്കുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹം നമ്മുടെ രാജ്യത്തുള്ള ജനങ്ങളോട് ഉപവസിക്കാനായിട്ട് പറഞ്ഞു. ഒന്ന് ആലോചിച്ചു നോക്കൂ, ഉപവസിക്കാനായിട്ട് പറഞ്ഞു. അന്നത്തെ കാലത്താണ്, നമ്മൾ അത് ഈ കാലമായിട്ട് തട്ടിച്ചു നോക്കുന്നതിൽ അർത്ഥമില്ല. അന്നത്തെ കാലത്ത് ഉപവസിക്കാനായിട്ട് പറഞ്ഞു. അദ്ദേഹം ഒരു നേരം ഉപവസിച്ച് കാണിച്ചു കൊടുത്തു. അതിനുശേഷം അദ്ദേഹം ഉയർത്തിക്കൊണ്ടുവന്ന മുദ്രാവാക്യമാണ് ജയ് ജവാൻ ജയ് കിസാൻ എന്ന് പറയുന്ന മുദ്രാവാക്യം. ഈ മുദ്രാവാക്യത്തിലൂടെ പിന്നെ നമ്മൾ കൃഷിയിലും ഈ ഗോതമ്പ് ഉൽപാദനത്തിലുമെല്ലാം സ്വയം പര്യാപ്തത നേടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതിനുശേഷം അടൽ ബിഹാരി വാജ്പേയിയാണ് അമേരിക്കയെ നേർക്ക് നേർ നിന്ന് വെല്ലുവിളിക്കുന്ന ഒരു പ്രധാനമന്ത്രിയായിട്ട് നമ്മൾ കണ്ടിട്ടുള്ളത്. ഇപ്പോഴിതാ ശക്തമായ രീതിയിൽ ഒരു തുറന്ന പോരിലേക്ക് നരേന്ദ്രമോദി സർക്കാർ വന്ന ശേഷം അമേരിക്കയെ നമ്മൾ വലിയ രീതിയിൽ വെല്ലുവിളിക്കുന്നു. അമേരിക്കയെ ഒരുപക്ഷെ മുട്ടുകുത്തിക്കുന്ന രീതിയിലേക്ക് വരെ കാര്യങ്ങൾ പോകുന്നു എന്ന് വേണം നമുക്ക് പറയാം. ഈ 3 പ്രധാനമന്ത്രിമാരിലും കമ്പാരിറ്റീവ്ലി നരേന്ദ്രമോദിയാണ് കുറച്ചുകൂടെ മാനേജ്മെന്റ് പരമായിട്ട് അല്ലെങ്കിൽ നയതന്ത്രപരമായിട്ട് അമേരിക്കയെ ഇപ്പോൾ നേരിട്ട് കൊണ്ടിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇത് ഞാൻ പറയാനുള്ള ഒരു കാരണം, വേറൊരു കാരണം കൂടെയുണ്ട്. അമേരിക്കയുടെ കയ്യിൽ നിന്ന് F-35 വാങ്ങില്ല എന്ന് കഴിഞ്ഞ ദിവസം നമ്മൾ ധീരമായിട്ട് പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം, ഇതൊരു വലിയൊരു പോയിന്റ് ആണ് കേട്ടോ. അതായത് അമേരിക്കയാണ് ഇന്ത്യയിൽ അമേരിക്ക താരിഫ് ഏർപ്പെടുത്തി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ബാധിക്കുക എന്നുള്ളൊരു റിപ്പോർട്ട് യേൽ സർവകലാശാലയും SBIയും സംയുക്തമായി ചേർന്ന് നടത്തിയ ഒരു പഠനത്തിലൂടെ ഇപ്പൊ പുറത്തുവിട്ടിട്ടുണ്ട്. യേൽ സർവകലാശാല അമേരിക്കയിൽ ഒരു പ്രശസ്തമായിട്ടുള്ള സർവകലാശാലയാണ്. കാരണം ഇന്ത്യ എന്ന് പറഞ്ഞാൽ വലിയൊരു എക്കണോമിയാണ്. അവിടെ നിങ്ങൾ ഏർപ്പെടുത്തുന്ന ഈ താരിഫ് അമേരിക്കയിൽ പണപ്പെരുപ്പം ഉണ്ടാക്കും എന്നാണ് ഈ സർവകലാശാല പറയുന്നത്. അപ്പോൾ ഈ ട്രംപ് എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ ഒരു അന്ത്യക്രിസ്തുവായി മാറിക്കൊണ്ടിരിക്കുകയാണെന്നാണ് ഇപ്പോൾ അമേരിക്കക്കാർ പോലും കരുതുന്നത്. അപ്പോൾ അമേരിക്കയിൽ അങ്ങനെ പണപ്പെരുപ്പം ഉണ്ടാക്കി കഴിഞ്ഞാൽ അമേരിക്കയിലെ പാവപ്പെട്ടവർക്ക് കഴിക്കാനുള്ള ഭക്ഷണത്തിന് വില കൂടും. ഇന്നലെ ബുജിച്ചേട്ടൻ പറഞ്ഞതുപോലെ അമേരിക്കയിൽ മുഴുവൻ പണക്കാരൊന്നുമല്ല, പാവപ്പെട്ടവരും ഉണ്ട്. അപ്പൊ അവർക്ക് കഴിക്കാനുള്ള ഭക്ഷണത്തിന് വില കൂടും. അങ്ങനെ ഭക്ഷണത്തിന് വില കൂടിയാൽ അമേരിക്കയിൽ സ്വാഭാവികമായിട്ട് വലിയൊരു പ്രതിസന്ധി രൂപപ്പെടും എന്നുള്ളൊരു വലിയൊരു റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. ഇനി പറയുന്നെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാം. ഇപ്പൊ പാകിസ്ഥാനുമായിട്ട് ബന്ധപ്പെട്ട് ട്രംപ് പറഞ്ഞു, പാകിസ്ഥാനിൽ നിന്ന് നമ്മൾ എണ്ണ കുഴിച്ചെടുക്കും എന്ന് പറഞ്ഞാൽ അമേരിക്കയിലെ വിദഗ്ധർ ചോദിക്കുന്നുണ്ട്, പാകിസ്ഥാനിൽ എവിടെയാണ് എണ്ണ എവിടെയാണ്? അപ്പൊ ട്രംപിന് അതിന് മറുപടിയില്ല. അങ്ങനെ മൊത്തത്തിൽ ഈ ട്രംപ് പെട്ടു നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. യഥാർത്ഥത്തിൽ നമ്മുടെ രാജ്യം ഇതിൽ സ്കോർ ചെയ്തില്ലേ, മുട്ടുകുത്തിച്ചില്ലേ ട്രംപിനെ ഏറെക്കുറെ? അല്ല, ഇത് പറയുമ്പോഴേ ഈ പാകിസ്ഥാനിലെ കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ ഒരു കാര്യം കൂടെ പറയാം. ഇന്നലെ ട്രംപ് ഒരു പ്രസ്താവന നടത്തിയിട്ടുണ്ട്. എന്താണെന്നറിയാം, അമേരിക്കൻ പൗരന്മാരും പാകിസ്ഥാനിലേക്ക് പോകരുത്,
ഭീകരാക്രമണമൊക്കെ രൂക്ഷമായിരിക്കണം. ഈ ടീമുകളാണ്. BLA ട്രംപിന് മുന്നറിയിപ്പ് ആ കൊടുത്തിട്ടുണ്ട്, ബലൂചിസ്ഥാനി അപ്പം കാലുകുത്തിയ വെട്ടിക്കളയുമെന്ന് പറഞ്ഞു. അപ്പം ഇങ്ങനെ സ്വന്തം പൗരന്മാർക്ക് മുന്നറിയിപ്പ് കൊടുത്തിട്ട് പുള്ളി പറയാണ് എണ്ണ നമ്മൾ അവിടെ നിന്ന് കുഴിച്ചെടുക്കും. എണ്ണ എടുക്കാൻ എങ്ങനെ വരുമെന്നല്ല. ഇനി എണ്ണ എടുക്കാനല്ലോ ഏറ്റവും വലിയ രസം. ഞാനിന്ന് ഈ പാക് മീഡിയാസ് ഒക്കെ നോക്കുമ്പോൾ അവർ ഈ വാർത്തയൊന്നും കൊടുത്തില്ലേ എണ്ണയുടെ പിണ്ണാക്കിന്റെ ഒക്കെ. അതായത് വിദഗ്ധര് പറയുന്ന അങ്ങനെ ഒരു എണ്ണ ശേഖരമുണ്ട് എന്നൊരു തോന്നൽ പാകിസ്ഥാൻ എവിടെ ഉണ്ട്. അപ്പം അത് ഇതുവരെ കണ്ടെത്തിയിട്ടില്ല, ഉണ്ടോന്നും അറിയത്തില്ല. അവിടെയാണ് പോയി വലിയ കരാർ ഒപ്പിട്ടെന്ന് പുള്ളി പറഞ്ഞത്. ഇപ്പൊ ട്രംപിന്റെ ഇപ്പോഴത്തെ ഒരു പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, കഴിഞ്ഞ ദിവസം പിന്നെ ഞാൻ കണ്ട് ഈ വൈറ്റ് ഹൗസ് ഒരു പ്രസ്താവന ഇറക്കിയായിരുന്നു. എല്ലാ മാസവും ഓരോ യുദ്ധം വെച്ച് തീർക്കുന്ന ആളാണ് നമ്മുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അതുകൊണ്ട് അദ്ദേഹത്തിന് നോബൽ പ്രൈസിന് അർഹനാണ് എന്നാണ്. അപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പാകിസ്ഥാൻ അംഗീകരിച്ചു പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള യുദ്ധം തീർത്തത് ട്രംപാണ്, അത് നോബൽ സമ്മാനം കൊടുക്കും. പക്ഷെ ഇന്ത്യ പറയുന്ന അല്ലെന്ന്, ഞങ്ങൾ ഇതുവരെ വിളിച്ചിട്ട് പോലും ഇല്ല. അന്ന് ഇന്ത്യ പറയുമ്പോൾ എല്ലാ മാസവും തീർത്തതിൽ ഒരു മാസം നഷ്ടപ്പെട്ടില്ലേ? ഇനിയിപ്പോ എവിടെ പോയി? അതിന്റെ കനിവ് ഭയങ്കരമായിട്ടുണ്ട്. അപ്പോ ഇന്ത്യ, ഞാനിപ്പോ ഇന്ന് ഈ കഴിഞ്ഞ ഒരു 24 മണിക്കൂറിനകം നമ്മൾ കണ്ടൊരു കാഴ്ച, ഇതുവരെ ഇന്ത്യ ഗാലറിയിൽ ഇരുന്ന് കളി കാണുകയായിരുന്നു. കാരണം ഇതുവരെ ട്രംപ് ആറാടുകയായിരുന്നു. എല്ലായിടവും ഇന്ത്യ മോശമായി പറയുന്നു, ചത്ത സാമ്പത്തിക വ്യവസ്ഥ എന്ന് പറയുന്നു, ഞങ്ങൾ അവരെ പൂട്ടുമെന്ന് പറയുന്നു, ഞങ്ങൾ അവരെ അത് ഇത് ചെയ്യുന്നൊക്കെ പറയും. ഇന്ന് നരേന്ദ്രമോദി തന്നെ നേരിട്ട് രംഗത്തെത്തിയിട്ടുണ്ട്. അല്പനിമിഷം മുമ്പായിരുന്നു അദ്ദേഹം ഒരു റാലി അഭിസംബോധന കൊണ്ട് പറഞ്ഞത്, ഈ താരിഫ് എന്ന് പറയുന്ന അതിൽ ഞങ്ങൾ കണ്ണ് ചിമ്മില്ല, ആ ഉമ്മാക്കി കാണിച്ചു വരണ്ട, രാജ്യ താല്പര്യമാണ് വലുത്, അതനുസരിച്ചാണ് മുൻപോട്ട് പോകുന്നത്, സാമ്പത്തിക വ്യവസ്ഥ നിലനിർത്താനും മുൻപോട്ട് പോകാനുള്ള വഴികൾ ഞങ്ങൾ കണ്ടിട്ടുണ്ട് എന്നുകൂടി അദ്ദേഹം ക്ലിയർ ആയിട്ട് പറഞ്ഞു. ഇച്ചിലൂടെ ക്ലിയർ ആയിട്ട് രാഹുൽ ഗാന്ധിക്ക് മനസ്സിലാകുന്നതിന് വേണ്ടി ഇന്നലെ ബഹുമാനായ ശ്രീ ശശി തരൂർ, കോൺഗ്രസിന്റെ MP, അദ്ദേഹം പറഞ്ഞ കാര്യം, ഈ സാധനങ്ങളൊന്നും അമേരിക്കയിലേക്കൊന്നും കയറ്റി അയക്കേണ്ട കാര്യമില്ല, ഇന്ത്യയിൽ തന്നെ ഇത് വാങ്ങാൻ പർച്ചേസിംഗ് കപ്പാസിറ്റി ഉള്ള ജനമുണ്ട് എന്നുകൂടി പറഞ്ഞു. അതായത് ഇന്ത്യക്ക്, ധനുഷ് പറഞ്ഞത് വളരെ കറക്റ്റാ. ഇന്ത്യയെ സംബന്ധിച്ച് ഈ ട്രംപ് തന്നെ പറയുന്നുണ്ട്, ഇന്ത്യയും ഞങ്ങളുമായി പരിമിതമായ വ്യാപാര ബന്ധമേ ഉള്ളൂ എന്ന് പറയുന്നു. ഈ വ്യാപാര ബന്ധം വെച്ചിട്ട് എന്ത് വിലപേശാനാ? നേരത്തെ പറഞ്ഞത് ശരിയാണ്. ഈ 65-ലെ ആ ഒരു നിരോധനം, അന്ന് നമ്മൾ പട്ടിണി കിടക്കുന്ന ദരിദ്ര രാജ്യമാണ്. ആ അതിജീവനത്തെ അതിജീവിച്ച് രാജ്യമാണ് ഇന്ത്യ. 88-ൽ എന്താണ് സംഭവിച്ചത്? കുറച്ചുകൂടെ ജനം അഡ്വാൻസ് ആയി. അപ്പോഴിവിടെ സംഭവിച്ചെന്താണെന്നറിയാവോ? വാജ്പേയിയുടെ കാലത്ത് ഈ ഉപരോധം പ്രഖ്യാപിച്ചപ്പോൾ ഭയങ്കര ഉപരോധമായിരുന്നു, നമുക്കൊന്നും കിട്ടാത്ത അവസ്ഥ വന്നു. അന്ന് ഇവിടുന്ന് ആദ്യം കെട്ടിപ്പോയ ഒരു സ്ഥാപനമാണ് പെപ്സി, കൊക്കക്കോള കമ്പനികൾ, പെപ്സി ഉൾപ്പെടെയുള്ളത്. ജനം കെട്ടിച്ചു വിടുന്നു. രാജ്യം പറഞ്ഞില്ല കെട്ടിക്കാൻ, ജനം പറഞ്ഞു പൊക്കോളാൻ പറഞ്ഞു. പിന്നെ അത് ക്ലച്ച് പിടിച്ചിട്ടില്ല എന്നുള്ളതാണ്. മുമ്പ് നമുക്കറിയാം എവിടെ തിരിഞ്ഞാലും പെപ്സി ആയിരുന്നു. ഇപ്പൊ ആ പെപ്സി കാണാനേ ഇല്ല. ഇപ്പൊ രണ്ടാമത് ഉപരോധം എന്തുകൊണ്ടാണ് ട്രംപ് പ്രഖ്യാപിക്കാത്തത്? ഇന്ത്യക്കെതിരെ പ്രഖ്യാപിച്ചാൽ അത് വിജയിക്കില്ല. അത് ട്രംപിന് നന്നായിട്ട് അറിയാം, എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അപ്പം അത് പ്രഖ്യാപിക്കാനുള്ള സാധ്യതകൾ ഒട്ടുമില്ല. പകരം ഈ താരിഫിന്റെ കാര്യമാണ്. അത് തന്നെയല്ല, കഴിഞ്ഞ 24 മണിക്കൂറിനടക്ക് നടന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, അദ്ദേഹം പറയുകയാണ്, ട്രംപ് പറയുകയാണ്, ഒഫീഷ്യലായിട്ട് പറയുകയാണ്, റഷ്യയുമായിട്ടുള്ള എല്ലാ ബന്ധവും ഇന്ത്യ നിർത്തണമെന്ന്. അപ്പൊ തന്നെ ഇന്ത്യ മറുപടി കൊടുത്തു. ഒഫീഷ്യലായിട്ട് തന്നെ ഇന്ത്യയും മറുപടി കൊടുത്തു. ഞങ്ങൾ ആരുമായിട്ട് ബന്ധം സ്ഥാപിക്കണമെന്ന് ഞങ്ങളാണ് തീരുമാനിക്കുന്നത്. ഓരോ രാജ്യത്തിന്റെ സ്വഭാവം അനുസരിച്ചാണ് ഞങ്ങളുടെ ഉഭയകക്ഷി ബന്ധം നിലനിൽക്കുന്നത്. അല്ലാതെ മൂന്നാമതൊരു രാജ്യം പറയുന്നത് കേട്ടിട്ടല്ല ഞങ്ങൾ നിലപാടെടുക്കുന്നതെന്ന് പറഞ്ഞു. രണ്ടാമത്തെ, ഇത് മുമ്പ് നമ്മൾ അങ്ങനെ ചെയ്യില്ലായിരുന്നു. കഴിഞ്ഞ കുറെ നാളായിട്ട് ഈ സിന്ദൂറിന്റെ സമയത്തൊക്കെ ഒരുപാട് ഡയലോഗ് ട്രംപ് അടിച്ചിട്ട് മറുപടി പറഞ്ഞില്ല. ഇപ്പം നമ്മൾ നേരിട്ട് മറുപടി പറയാൻ തുടങ്ങി. രണ്ടാമത്തെ കാര്യം, റോയിട്ടേഴ്സ് പടച്ചിറക്കിയ വാർത്തയാണ് റഷ്യയിൽ നിന്ന് ഇന്ത്യ ഓയിൽ വാങ്ങുന്നില്ല എന്നുള്ളത്. അപ്പൊ അതിന് നമ്മുടെ വിദേശകാര്യ മന്ത്രാലയ വക്താവ് പറഞ്ഞു, ഇന്ത്യ റഷ്യയിൽ നിന്ന് ഓയിൽ വാങ്ങുക തന്നെ ചെയ്യും, ഞങ്ങൾ അതിനകത്ത് നിർത്തിയിട്ടൊന്നുമില്ല, നിർത്തുകയുമില്ല. പിന്നെ റഷ്യയിൽ നിന്ന് ഓയിൽ വാങ്ങുന്ന ചില ഓയിൽ കമ്പനികൾ തൽക്കാലത്തേക്ക് നിർത്തി വെച്ചിട്ട് അതിന് കാരണം റഷ്യ കൊടുക്കുന്ന ഡിസ്കൗണ്ട്, കാരണം എല്ലാവർക്കും ബിസിനസ് ആണല്ലോ വലുത്, ഡിസ്കൗണ്ട് അവർ ഇല്ലാതെ നിർത്തി. റഷ്യ ഡിസ്കൗണ്ട് ഉള്ളപ്പോഴായിരുന്നു കൂടുതൽ എണ്ണ വാങ്ങിച്ചത്. അത് അങ്ങനെ തന്നെയാണല്ലോ, നമ്മളൊരു സാധനം മേടിക്കാൻ പോകുമ്പോൾ ഡിസ്കൗണ്ട് ഉള്ള സാധനമായിരിക്കും നമ്മൾ ആദ്യം നോക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ആഗോള തലത്തിലുള്ള ഈ എണ്ണയുടെ വിലയും മറ്റും നോക്കിയിട്ടാണ് കമ്പനികളും മറ്റും അവിടെ നിന്ന് വാങ്ങുന്നത്. അത് നിർത്തിയതല്ല, റഷ്യൻ അധികൃതരുമായിട്ട് സംസാരിക്കുന്നുണ്ട്, അവർ വീണ്ടും ഡിസ്കൗണ്ട് വന്നാൽ പിന്നെ വാങ്ങും. അതും പിന്നെ കുറച്ച് ഷിപ്പിംഗ് പ്രശ്നങ്ങളും ഉള്ളത് കൊണ്ട് മാത്രമാണ്, അല്ലാതെ ഞങ്ങൾ ഒഫീഷ്യലായിട്ട് എടുത്തിട്ടില്ല എന്ന് പറയുന്നു. അത് മാത്രമല്ല, ഈ പട്ടി വില കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. ഈ അമേരിക്ക എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ജനത പോലും ഒരു വില കൊടുക്കുന്നില്ല എന്നുള്ള. മുമ്പൊക്കെ എന്ന് പറഞ്ഞാൽ അമേരിക്കയെ ഭയപ്പെടുന്ന ഒരു, അത് കോൺഗ്രസ് സർക്കാരിന്റെ കാലത്തായിരുന്നു, അയ്യോ അമേരിക്ക. ഇന്ന് അതില്ല, ആ ഒരു സാധനമേ ഇല്ല. കാരണം ട്രംപ് ഇന്ന് ആ സ്വന്തം നാട്ടിൽ പോലും ഒരു കോമളിയാകുന്ന ഒരു കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. ഇദ്ദേഹത്തിന് എന്താണ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളതാണ്. ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ഇന്ത്യ എന്തുകൊണ്ടാണ് അവര് അടുത്ത മാസം, ഈ മാസം 25-ാം തീയതി അമേരിക്ക എന്നൊരു വലിയ ടീം എത്തുകയാണ് ഇന്ത്യയുമായിട്ട് വ്യാപാര കരാറിന് ചർച്ച നടത്താൻ. എന്തിനാണ് ചർച്ച നടത്തുന്നത്? ഇന്ത്യ ഒരു ചത്ത സാമ്പത്തിക വ്യവസ്ഥയാണെങ്കിൽ, ഇന്ത്യക്ക് ഞങ്ങൾ ഇത് ചെയ്യുകയാണെങ്കിൽ അവരെന്തിനും ഇവിടെ കച്ചവടം നടത്താൻ വരുന്നത്? അപ്പൊ ഇവിടെ കച്ചവടം ഉണ്ടെന്നറിയാം. ലോകത്ത് ഏറ്റവും കൂടുതൽ സ്പീഡിൽ വളരുന്ന ഒരു എക്കണോമി മാത്രമല്ല, പർച്ചേസിംഗ് കപ്പാസിറ്റി ഉള്ള 140 കോടി ജനമുള്ള ഒരു വലിയ രാജ്യമാണ്. ഇവിടെ കൊണ്ടൊന്നല്ലാതെ എവിടെ കൊണ്ടാണ് പിന്നെ കച്ചവടം ചെയ്യുന്നത്?
എവിടെ കൊണ്ടുവന്നാണ് ഈ സാധനങ്ങൾ കച്ചവടം ചെയ്യുന്നത്? അങ്ങനെ ഇരിക്കുമ്പോഴാണ് അടുത്ത പ്രഷറും കൊണ്ട് വന്നത്. ഇപ്പോഴല്ല, നരേന്ദ്രമോദി US ചെന്നപ്പോഴാണ്, ട്രംപുമായിട്ടുള്ള ഇത് ചെന്നപ്പോഴാണ് പറഞ്ഞത് ഈ F-35 കാര്യം പറഞ്ഞത്. നമുക്ക് സോഴ്സ് കോഡ് തരില്ല. അന്ന് മോദി വന്നപ്പോൾ മോദി പറഞ്ഞ കാര്യമുണ്ട്. കാരണം ഇനി വിദേശ രാജ്യങ്ങളിൽ നിന്ന് ആയുധം വാങ്ങിയിട്ട് അവരുടെ ഉത്തരവിനായി കാത്തിരിക്കാൻ വയ്യ. കാരണം ഈ ആയുധം ഉപയോഗിക്കണമെങ്കിൽ അവരുടെ പെർമിഷൻ വേണം, സോഴ്സ് കോഡ് അവർ തരണം, അവർ ബാക്കി കാര്യം, അത് ഇനി നടക്കില്ല. ഞങ്ങള് സോഴ്സ് കോഡും കാര്യങ്ങളും തരാമെങ്കിൽ ഞങ്ങൾ വാങ്ങാമെന്ന് പറഞ്ഞു. ട്രംപ് കേട്ടില്ല. ആ F-35 ആണ് 10-15 ദിവസം നമ്മുടെ തിരുവനന്തപുരത്ത് കിടന്ന സാധനം. അപ്പോ ഇപ്പോ എന്ത് പറയുന്നു മോദി? ഇപ്പൊ കൃത്യമായി തന്നെ പറഞ്ഞു ഞങ്ങൾക്ക് വേണ്ട. റഷ്യ അവരുടെ ഈ സെയിം സാധനം Su-57 ഇന്ത്യയിൽ നിർമ്മിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ഇന്ത്യയിൽ നിർമ്മിക്കുമ്പോൾ നമുക്ക് വളരെയധികം ചാർജ് കുറയുന്നുണ്ട്, പൈസ നമുക്ക് വളരെ കുറയുന്നുണ്ട്. സോഴ്സ് കോഡും എല്ലാം ചെയ്തിട്ട് നിങ്ങൾക്ക് മോഡിഫൈ നിങ്ങൾ എടുത്തോ എന്ന് പറഞ്ഞിട്ടാണ് റഷ്യയുടെ സെയിം സാധനം വരുന്നത്. അപ്പൊ പിന്നെ എന്തിനാണ് ഈ സാധനം സോഴ്സ് കോഡ്? അതായത് അമേരിക്കയിലാണ് കൺട്രോൾ ഇരിക്കുന്നത്. F-35 ഇന്ത്യക്ക് തരുന്നു, ഇല്ല ഏതെങ്കിലും രാജ്യത്തിന് കൊടുക്കുന്നു. കൺട്രോൾ ഇരിക്കുന്നത് അമേരിക്കയിലാണ്. അവർ പറയുന്നതൊക്കെ പറക്കാൻ പറ്റും, അവർ പറഞ്ഞതൊക്കെ പോകാൻ പറ്റും. അങ്ങനെ ആയിരുന്നു ഈ അമേരിക്കയല്ല, മുമ്പ് എല്ലാ രാജ്യങ്ങളും സോഴ്സ് കോഡ് തരില്ലായിരുന്നു. ഈ അടുത്ത കാലം മുതലാണ് റഷ്യ സോഴ്സ് കോഡുകൾ നമുക്ക് നൽകാൻ തുടങ്ങുന്നത്. അപ്പൊ നമുക്ക് അവരെയല്ലേ ആശ്രയിക്കാൻ കഴിയൂ. അത് തന്നെയുമല്ല, ഇന്ത്യ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു, റഷ്യ എന്ന് പറയുന്നത് എക്കാലത്തെ ഞങ്ങളുടെ സ്ഥിരതയുള്ള, ആ വാക്ക് ശ്രദ്ധിക്കണം, സ്ഥിരതയുള്ള സുഹൃത്താണ്. അതായത് അവർക്ക് ചാഞ്ചാട്ടമില്ല എന്നാണ് സ്ഥിരത എന്നുള്ളതിന്റെ അർത്ഥം, അല്ലെ? അങ്ങനെ തന്നെയാണല്ലോ, സ്റ്റെബിലിറ്റി ഉള്ള ഒരു ഫ്രണ്ടാണ്. പിന്നെ അവരാണ് ഞങ്ങളുടെ ഊർജ രംഗത്തെ പ്രധാനപ്പെട്ട പങ്കാളി. അതായത് ഈ ആണവ നിലയങ്ങളും ഈ വരുന്ന ഊർജത്തിന്റെ ഒരു മുന്നൊരുക്കവും ഇല്ലെങ്കിൽ ഇപ്പൊ നടക്കുന്നതും ഒക്കെ ഒരു പ്രധാന കണ്ണി റഷ്യയാണ്. ഞങ്ങളുടെ ആയുധങ്ങൾ അവരുടെ നിന്നാണ് വാങ്ങുന്നത്. അതല്ലാതെ ഞങ്ങൾക്ക് അവരുമായി വിട്ടുപോകാൻ കഴിയില്ല. അതായത് അതിന് കൃത്യമായി തന്നെ അതിന്റെ മറ്റൊരു അർത്ഥം എന്ന് പറഞ്ഞാൽ, ഈ അമേരിക്ക ഒരു കാലത്തും ഇന്ത്യയെ സഹായിച്ചിട്ടുള്ളതെന്ന് മാത്രമല്ല, ദ്രോഹിക്കാൻ എങ്ങനെയൊക്കെ ശ്രമിച്ചിട്ടുണ്ടോ അങ്ങനെയൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. ഇത് അമേരിക്ക ആദ്യമായിട്ടല്ല, ഇത് ട്രംപ് അല്ലിത്. എല്ലാ ഭരണാധികാരികൾക്കും ഇന്ത്യയെ ചവിട്ടി ഒതിച്ച് മുമ്പോട്ട് പോവുക, അല്ലെങ്കിൽ ഇന്ത്യ ഒതുക്കുക എന്നുള്ളത് ഇപ്പൊ അവരുടെ കയ്യിൽ നിൽക്കുന്നില്ല എന്നൊരു, അത് ബൈഡന്റെ കാലം തൊട്ടേ അവർക്ക് മനസ്സിലാക്കി തുടങ്ങി ഇത് കൈ നിൽക്കില്ല. കാരണം എന്തുകൊണ്ടാണ് UK അവർക്ക് ഇന്ത്യക്കാരെ കാണുന്ന പോലും പുച്ഛമുള്ള ഒരു രാജ്യമാണ്. ആ രാജ്യം എന്തുകൊണ്ടാണ് ഇപ്പോൾ ഫ്രീ ട്രേഡിങ് 30 വർഷമായിട്ട് ചർച്ച നടത്തി എന്തുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു കരാറിന് സമ്മതം അറിയിച്ചത്? ഞാൻ പറഞ്ഞിട്ട് ഇന്ത്യയിൽ എന്ന് പറഞ്ഞാൽ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ കയറ്റി വിട്ടില്ലെങ്കിൽ ചെറിയ ആ നഷ്ടം ഇന്ത്യയിൽ തന്നെ നികത്താൻ പറ്റും. ഇവിടെ തന്നെ അത് വാങ്ങാൻ ആളുണ്ട് ആ പ്രൊഡക്റ്റുകൾ. പക്ഷെ അവിടെ കിട്ടുന്ന ഒരു വില കിട്ടത്തില്ലായിരിക്കാം. ഇതാണ് അതിന്റെ കാര്യം. മറ്റിടത്ത് അങ്ങനെയല്ല കാര്യം. ഇനി നേരെ മറിച്ച് അത് അമേരിക്കയിലേക്ക് പോകുമ്പോൾ 100 പേര് ഒരു സാധനം വാങ്ങുമ്പോൾ അതിൽ 44 പേര് വാങ്ങുന്നത് ചൈനീസ് പ്രൊഡക്റ്റ് ആണ്. ആ ചൈനീസ് പ്രൊഡക്റ്റ് ആണ് ഈ താരിഫ് മൂലം അവർക്ക് കിട്ടാതെ വരുന്നത്. അപ്പോഴെന്ത് പറ്റും അവർക്ക്? പിന്നെ അവർക്ക് എന്തെങ്കിലും ആക്സസ് ഉള്ളത് ഇന്ത്യയുടെ സാധനമാണ്. അതിനും താരിഫ് വന്നു കഴിഞ്ഞാൽ ഒന്നുകിൽ ട്രംപ് തിരുന്നുണ്ടാക്കി കൊടുക്കേണ്ടി വരും അവർക്ക്, ഇല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും പൈസ കൊടുക്കേണ്ടി വരും. ഇത് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ ഒരു ഡയലോഗുകളൊക്കെ ഉള്ളു. അതായത് ഈ എന്തൊക്കെയോ അരപ്പിരിയാണെന്നുള്ളതാണ്. ബീഫിന് കഷ്ടപ്പെടുന്നു, ബീഫിന് വില കൂടിയിരിക്കുന്നു, വലിയ ബുദ്ധിമുട്ടാണ്. ആ അമേരിക്കയില് അദ്ദേഹം പറയുന്നത് ഞാൻ ആസ്ട്രേലിയയിലേക്ക് കയറ്റി അയക്കുന്നു. ആസ്ട്രേലിയയിലെ സ്ഥിതി എന്താണ്? ലോകത്തെ 1-ാം നമ്പർ ബീഫ് ഉൽപാദക രാജ്യമാണ്. അവരാണ് ലോകത്തെല്ലാം കയറ്റി അയക്കുന്നത്. അങ്ങോട്ടേക്ക് കയറ്റി വിടുമെന്ന് പറയുന്നത്, അതായത് മരുഭൂമിയിലേക്ക് മണൽ കയറ്റി വിടുമെന്ന് പറയുന്നതൊക്കെയാണ്. ഇവിടെ പാലുൽപാദന രംഗത്ത് നമ്മൾ നമ്പർ 1 ആണ് ലോകത്തിലെ തന്നെ. അവിടത്തേക്ക് അവരുടെ പാൽ വിപണി തുറന്നു കൊടുക്കാൻ അമേരിക്കയുടേത്. എന്തൊക്കെ അതാ ഞാൻ പറഞ്ഞത്, ഇദ്ദേഹത്തിന് തന്നെ അറിയില്ല എന്ത് ചെയ്യണമെന്ന്. എണ്ണയില്ലാത്ത എടുത്ത് പാകിസ്ഥാൻകാർ പോലും ഉറപ്പിച്ച് പറയുന്നില്ല അവിടെ എണ്ണയുണ്ടെന്ന്. ഏതൊക്കെയോ വാർത്തകളുണ്ട്. അവിടെ പോയിട്ട് വമ്പൻ കരാറ് വെച്ചിട്ടില്ല, വെക്കുമെന്നാണ് പറയുന്നത്. എന്നിട്ട് ആ എണ്ണ എടുത്ത് പിന്നെ ഇന്ത്യക്ക് നൽകുമെന്നാണ് പുള്ളി പറയുന്നത്. ആ എണ്ണ പാകിസ്ഥാൻ ഇന്ത്യക്ക് എണ്ണ വിൽക്കുമെന്ന്. നല്ല കാര്യമാണ് അങ്ങനെ വിറ്റ് കഴിഞ്ഞാൽ. അപ്പം ഇങ്ങനെയൊക്കെയുള്ള കുറെ കാര്യങ്ങളുമായിട്ടാണ് പോകുന്നത്. ഇപ്പൊ ബെഞ്ചമിൻ നെതന്യാഹുവായിട്ട് അത്ര ദോസ്തല്ല, പുള്ളി പറയുന്നിടത്തൊന്നും നിൽക്കുന്നില്ല. അതായത് ഇപ്പൊ ഈ ലാസ്റ്റ് നടന്ന വെടിനിർത്തലാണ് എനിക്ക് ഭയങ്കര രസകരമായിട്ട് തോന്നുന്നത്. രാവിലെ 8 മണി മുതൽ വൈകിട്ട് 8 മണി വരെ വെടിനിർത്തൽ, അല്ലേ? രാവിലെ 10 to രാത്രി 8 മണി വരെ വെടി നിർത്തൽ. അത് കഴിഞ്ഞാൽ ഈ നിർത്തിയ വെടി കൂടെ ബാക്കിയുള്ള സമയത്ത് അവന്മാരെ കൊണ്ടിട്ട്. അതാ ഞാൻ പറഞ്ഞത്. അതിന്റെ ഇടയ്ക്ക് ഇപ്പൊ നമ്മള് ഖമേനി തുടങ്ങിയിട്ടുണ്ട്. ഖമേനി പറഞ്ഞു ഞങ്ങളെങ്ങനെ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ കയറി മാന്തം പിടിക്കുമെന്നൊക്കെ. അങ്ങനെ ഇന്ത്യ അടുത്തൊരു കുന്തവും നടക്കുന്നത്. ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓപ്പൺ ആയിട്ട് പറഞ്ഞു നിങ്ങളുടെ താരിഫിൽ ഞങ്ങള് കണ്ണ് ചിമ്മത്തില്ലെന്ന് പറഞ്ഞു. ഞങ്ങൾ അങ്ങനെ നിങ്ങൾ ചെയ്താൽ നോക്കണ്ട, വേറെ പണി നോക്കുക ഞങ്ങൾ. അത് കറക്റ്റ്. ഇതുവരെ അദ്ദേഹം പറഞ്ഞിട്ടില്ലായിരുന്നു കേട്ടോ. നമ്മളുടെ ഇന്നലെയൊക്കെയാണ് മോദി ആദ്യമായിട്ടാണ് പറയുന്നത്. ഇന്നലെ നമ്മുടെ വിദേശകാര്യമന്ത്രി പത്രസമ്മേളനം നടത്തി ഇതെല്ലാം ക്ലിയർ ചെയ്ത് കൊടുത്തു. അതായത് ഇത് ആരെ ഈ പേടിപ്പിച്ചുകൊണ്ട് പോകുന്നത്? പഴയ കാലം കഴിഞ്ഞു എന്നുള്ളത് ട്രംപിന് മനസ്സിലാകാഞ്ഞിട്ടല്ല. ഈ ട്രംപ് ഇപ്പോൾ പയറ്റുന്നത് അവര് പഴയ അമേരിക്കൻ ഭരണാധികാരികൾ നടത്തുന്ന പ്രഷർ മാത്രമാണ്. ഇപ്പൊ മുമ്പൊക്കെ നമ്മൾ പറയുമായിരുന്നു ഒരു യുദ്ധവിമാനം വേണ്ട, അയ്യോ അങ്ങനെ വേണ്ടെന്ന് എങ്ങനെ പറയും? ധൈര്യമില്ലായിരുന്നു. ഇന്ന് പറയുന്നത് വേണ്ട നിങ്ങളുടെ വിമാനം എന്ന് പറയുന്നു.
ഇല്ലെങ്കിൽ നിങ്ങളുമായിട്ട് ഞങ്ങളുടെ കാർഷിക മേഖലയിൽ നിന്ന് നിങ്ങൾക്ക് തുറന്നു തരാൻ പറ്റില്ല, ഉറപ്പിച്ചിട്ട് തന്നെ പറയുന്നത്. അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ നമ്മൾക്കല്ല ആവശ്യം, അവർക്കാണ് ആവശ്യം, അമേരിക്കയ്ക്കാണ് ആവശ്യം, ഇന്ത്യക്കല്ല. അത് ഉത്തമ ബോധ്യം അവർക്കുണ്ട്. ഞാനിത് പറയുമ്പോൾ ഒരുപക്ഷെ അമേരിക്കയിലൊക്കെ ജോലി ചെയ്യുന്ന പ്രവാസികളായിരിക്കും ഇവൻ എന്താ ഇങ്ങനെ പറയാം. അതുകൊണ്ടല്ല നമ്മൾ പറയുന്നത്. രാജ്യത്തിന്റെ കഥ വേറെ, പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ വേറെയാണ്. അപ്പോ ഈ ഒരു കാര്യമാണ് ഇതിനകത്തുള്ളത്. അതായത് അവർക്കാണ് കൂടുതൽ നേട്ടം. നമ്മളുമായിട്ട് ഒരു താരിഫുമായിട്ട് ഒരു ഇളവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളും കുറെ ഇളവ് കൊടുക്കാന്ന് പറയുന്നുണ്ട്. ആ ഇളവ് വെച്ചിട്ട് അവർക്ക് അവരുടെ പ്രൊഡക്റ്റ് ഇവിടെ കൊണ്ട് വിറ്റഴിക്കാൻ പാടില്ലേ? UK ആയിട്ട് നമ്മൾ കരാറാണ് രേഖപ്പെടുത്തിയത്. UK ആയിട്ട് എന്ത് മാന്യമായിട്ടുള്ള കരാറാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. രണ്ടാമത്തെ കാര്യം, കാർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇവിടെ നിങ്ങൾക്ക് കച്ചവടം ചെയ്യാമല്ലേ, നിങ്ങൾക്ക് ലാഭം കിട്ടില്ലേ? അപ്പൊ അതല്ല, ഞങ്ങളുടെ സാധനങ്ങൾക്കൊന്നും നിങ്ങൾ താരിഫ് വെക്കരുത്, നിങ്ങളുടെതിനൊക്കെ ഞങ്ങൾ താരിഫ് വെക്കും. പിന്നെ നിങ്ങളുടെ ക്ലച്ച് പിടിച്ച് നിൽക്കുന്ന, പച്ച പിടിച്ച് നിൽക്കുന്ന നിങ്ങളുടെ പാൽ വിപണി ഞങ്ങൾക്ക് വേണം, കാർഷിക വിപണി ഞങ്ങൾക്ക് വേണം എന്ന് പറഞ്ഞത് എവിടുത്തെ ന്യായമാ? എനിക്ക് തോന്നുന്നു കൊച്ചു കുഞ്ഞു പ്രധാനമന്ത്രി ആണെങ്കിൽ പോലും ഇത് കേൾക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഈ പ്രഷർ എന്ന് പറഞ്ഞാൽ ചിലപ്പോ കേട്ടോ, കഴിഞ്ഞ ദിവസം ഭയങ്കര പൊങ്കാലയായിരുന്നു പുള്ളിക്ക്. രാഹുൽ ഗാന്ധി ആണെങ്കിൽ ഇതൊക്കെ തുറന്നു കൊടുക്കാന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം അങ്ങേ അറ്റത്തെ പൊങ്കാലയായിരുന്നു. കാരണം രാഹുൽ ഗാന്ധിയുടെ ഈ ഡെഡ് എക്കണോമി, ട്രംപിന്റെ ഈ പരാമർശത്തിൽ രാഹുൽ ഗാന്ധി ആനന്ദ തന്തുലിതനായി ചാടി കളിക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. ട്രംപ് പറഞ്ഞതിൽ എനിക്ക് സന്തോഷമുണ്ട്. അപ്പൊ അത് എത്രയോ കോൺഗ്രസ് നേതാക്കൾ വന്ന് ആ കാര്യങ്ങളൊക്കെ തള്ളിപ്പറയുന്നത്. അൺഫോർച്ചുനേറ്റ്ലി ദിസ് ഗായ് ഈസ് അവർ ഒപ്പോസിഷൻ ലീഡർ. നമ്മുടെ കേന്ദ്രമന്ത്രി പറഞ്ഞതുപോലെ ഇയാളെ ആക്ച്വലി LOP, ലീഡർ ഓഫ് ഒപ്പോസിഷൻ അല്ല, ലീഡർ ഒപ്പോസിംഗ് ഭാരതാണ് എന്ന് പറഞ്ഞത് വളരെ കറക്റ്റാണ്. രാഹുൽ ഗാന്ധിയും ട്രംപ് ഇതൊക്കെ ഒരു കുടുംബക്കാരാണ് ഇതെല്ലാം. രാഹുൽ ഗാന്ധി, ട്രംപ് എന്നൊക്കെ പറയുന്നത് ഇപ്പൊ പറയുന്നല്ല, പിന്നെ പറയുന്നത് എന്തൊക്കെയാണ് പറയുന്നത് ആയതുകൊണ്ടാണോ ഇനി ഇങ്ങനെ ചെയ്യുന്നത്? ജീനിന്റെ പ്രശ്നമായിരിക്കാം. എന്തായാലും മലയാളത്തിൽ പറഞ്ഞാൽ വെളിവും വെള്ളിയാഴ്ചയും ഇല്ലാത്തവർ എന്ന് നമ്മൾ ഇതിനെ പറയും. അങ്ങനത്തെ ഒരു ടീമുകളാണ് ഇവര്. അതുകൊണ്ട് രണ്ടു കൂട്ടർ പറയുന്നത് വലിയ കാര്യമാക്കണ്ട. ഇന്നലെ അതിലും വലിയ ഡയലോഗ് ഡെഡ് എക്കണോമി രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നല്ലോ. കഴിഞ്ഞ ദിവസം ഏറ്റവും കൂടുതൽ ചർച്ചയായത് ഈ ഡെഡ് എക്കണോമിയിൽ ഇൻവെസ്റ്റ് ചെയ്ത് 5 മാസം കൊണ്ട് രാഹുൽ ഗാന്ധി 50 ലക്ഷം രൂപയാണ് ഷെയർ മാർക്കറ്റിന് പ്രോഫിറ്റ് ആയിട്ട് നേടിയിരിക്കുന്നത്. ഇത്രയും ഡെഡ് എക്കണോമി, കാരണം എല്ലാം ചെയ്യുന്നുണ്ട്, ഒരു സൈഡ് ചെയ്യുന്നുണ്ട്, അധികാരം മാത്രം ഇല്ല. അധികാരം ഉണ്ടെങ്കിൽ പൂന്ത് വിളയാടായിരുന്നു. അതാണ് പ്രശ്നം രാഹുൽ ഗാന്ധിയുടെ. ഇന്നലെ ഭയങ്കരമായിട്ടുള്ള പൊങ്കാലയായിരുന്നു. അവസാനം മനസ്സിലായി ഇപ്പൊ തെറ്റുപറ്റിപ്പോയി എന്നുള്ളൊരു സെറ്റപ്പ് മനസ്സിലായി. എന്നാലും പറഞ്ഞത് തിരുത്താനും പറ്റത്തില്ല, കാരണം മാധ്യമങ്ങൾക്ക് മുമ്പിൽ ചാടിക്കേറി പറഞ്ഞതാണ്. അല്ല, ഈ തെറ്റുപറ്റിയെ തിരുത്താൻ പറഞ്ഞ കാര്യം ധനുഷ് കേട്ടായിരുന്നു. അത് അതിലും വലിയ പുകിലായിട്ടുണ്ട്. ഇലക്ഷൻ കമ്മീഷൻ തകർക്കാനുള്ള അണുബോംബ് എന്റെ കയ്യിലുണ്ടെന്ന് ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞു. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അണുബോംബ് ഉണ്ടെന്ന്, അതുകൊണ്ട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. അത് വെട്ടിരിക്കുകയാണ്. ഇതിന്റെ ഇടയ്ക്കാണ് ഇന്ന് അളിയനെതിരെ ED കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്, കുറ്റപത്രം സമർപ്പിച്ചിട്ടുണ്ട് ഭദ്രക്കെതിരെ. അപ്പൊ ഇനി അതിന്റെ എന്തായാലും ജഗപൊക്കെ ഡൽഹി കുറച്ചു ദിവസം തമ്പടിക്കാൻ പറ്റും മാധ്യമങ്ങൾക്കെന്ന് തോന്നുന്നു. ഏതായാലും നരേന്ദ്രമോദിയുടെ സംസാരത്തിൽ നിന്നും കൂടെ ഒരു കാര്യം വളരെ വ്യക്തമായി. ഇന്ത്യ മുട്ടിലെഴുകയോ ചെയ്യില്ല. കാരണം ഇന്ത്യക്കാൾ കൂടുതൽ ആവശ്യം അവർക്ക് തന്നെയാണ്. കാരണം വിപണി ഏറ്റവും വലുത് ഇത് തന്നെയാണ്. അതുകൊണ്ടാണ് എല്ലാ ലോകരാജ്യങ്ങളും ഇങ്ങോട്ട് വരുന്നത്. ചൈന അങ്ങോട്ടങ്ങ് വലുതായിട്ട് അടുപ്പിക്കത്തില്ല. പിന്നെ പോകാൻ പറ്റുന്ന വിപണികൾ വേറെ ഇല്ല. യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളൊക്കെ ഇതുകൊണ്ട് വിറ്റഴിക്കാൻ പറ്റാത്ത സാഹചര്യം നേരത്തെ തന്നെ അമേരിക്കയ്ക്ക് അറിയാവുന്നതാണ്. അതുകൊണ്ട് അതാണ് അതിനകത്ത് ഒരു യാഥാർത്ഥ്യം. ഈ യാഥാർത്ഥ്യത്തെ കണ്ണടച്ചിരുട്ടാക്കിക്കൊണ്ട് ഈ ഇന്ത്യ അത് നടക്കത്തില്ല, ഞങ്ങൾ വരട്ടെ കഴിഞ്ഞ് ഇന്ത്യ കേൾക്കും, പണ്ട് കേട്ടിട്ടില്ല. ഈ ലാൽ ബഹദൂർ ശാസ്ത്രി ആയാലും വാജ്പേയി ആയാലും കേട്ടിട്ടില്ല. അപ്പൊ പിന്നെ ഇത്രയും കരുത്തനായ ഒരു പ്രധാനമന്ത്രി ഇത്രയും കരുത്തിട്ട് രാജ്യം ഭരിക്കുമ്പോ എന്ത് കേൾക്കാനാണ്? എന്താണ് അതിനകത്ത്? ഒന്നുമില്ല. പിന്നെ അദ്ദേഹത്തിന് പറ്റുമെങ്കിൽ ചിലപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ മാസം അവസാനം വന്നിട്ട് ഒരു കരാറ് പോലെ കുറെ അഡ്ജസ്റ്റ്മെന്റ്, കാരണം അങ്ങേക്ക് മാനം രക്ഷിക്കണമല്ലോ. യുദ്ധമോ തീർക്കാൻ പറ്റിയില്ല. അവസാനം എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ട്രംപ് ഒന്ന് അയഞ്ഞിട്ട് പുള്ളി പറഞ്ഞതൊക്കെ, പുള്ളിയുടെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ നാണവും മാനവും ഇല്ലാത്തതായതുകൊണ്ട് പറഞ്ഞ കാര്യങ്ങളൊക്കെ അപ്പാടെ വിഴുങ്ങിയിട്ട് മോദിക്ക് വന്ന് കയ്യും കൊടുത്ത് എന്തെങ്കിലുമൊക്കെ ഒരു കരാർ തന്നാൽ മതി എന്നുള്ള രീതിയിലേക്ക് ഒരു അയവിലിട്ട് വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നടക്കത്തില്ലല്ലോ. അതുകൊണ്ട് അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത് പേഴ്സണലി. അല്ല, ഒരു താരിഫിന്റെ കാര്യം പോട്ടെ, അദ്ദേഹം ഒരു ഭരണാധികാരിയിൽ ചേരുന്ന രീതിയാണ്. നിങ്ങൾ റഷ്യയുമായിട്ടുള്ള ബന്ധം നിർത്തണമെന്ന് പറഞ്ഞാൽ അവരുടെ അടുക്കള ഭാഗത്ത് കിടക്കുന്ന രാജ്യമല്ലാണോ ഇന്ത്യ? നിങ്ങൾ റഷ്യയുമായിട്ടുള്ള ബന്ധം, കമ്മ്യൂണിക്കേഷൻ ഒക്കെ നിർത്തി വെച്ചാണ്. അതുകൊണ്ടാണ് ഇന്നലെ പബ്ലിക്കായിട്ട് പറഞ്ഞത്, പോയി പണി നോക്കാനായിട്ട്. നിങ്ങളുടെ ഇഷ്ടത്തിനല്ല ഞങ്ങൾ ബന്ധം വെക്കുന്നത് എന്നുള്ളത്. എണ്ണ ഇനിയും വാങ്ങും എന്നാണ് പറഞ്ഞത് ട്രംപ്. പക്ഷെ അത് വിശ്വസിച്ചില്ല കേട്ടോ. മാധ്യമപ്രവർത്തകർ ട്രംപിനോട് വെച്ച് ഇന്ത്യ പറഞ്ഞ ഇന്ത്യയിൽ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്ന നിർത്തിയിട്ടുണ്ടല്ലോ. ഞാനും അങ്ങനെയൊക്കെ കേട്ട് ശരിയാണോ എന്നറിയത്തില്ല. ശരിയാണെങ്കിൽ സന്തോഷം എന്നാണ് പുള്ളി പറഞ്ഞത്. ഇല്ലെങ്കിൽ വേണമെങ്കിൽ പുള്ളിയുടെ സ്വഭാവത്തിനനുസരിച്ച് പറഞ്ഞേനെ, ഞാൻ വരട്ടി മോദി കേട്ടു എന്ന് പറഞ്ഞേനെ. പക്ഷെ അത് പറഞ്ഞില്ല പുള്ളി. കാരണം നാണക്കേട് ഇരട്ടി എന്തോ ഭാഗ്യത്തിന് പുള്ളിയുടെ നാക്കിൽ അത് വന്നില്ല. ഏതായാലും ഇതൊന്നും നടക്കാൻ പോകുന്ന ഒരു കേസല്ലെന്ന് ട്രംപിന് നന്നായിട്ട് അറിയാവുന്നതാണ്. അപ്പം ഈ വെരിഫിക്കേഷൻ പണ്ട് നടന്നിട്ടില്ല. ദുർബലമായ ഒരു ഇന്ത്യ എടുത്തത് നടന്നിട്ടില്ല. ശക്തമായ ഒരു ഇന്ത്യ എടുത്ത് ഒട്ടും നടക്കില്ല. എന്തിന്റെ പേരിലാണ്
കാരണം ഇവർ ഈ അടുത്ത് ട്രംപ് വന്ന് കൈവച്ച് ഏതെങ്കിലും ഒരു കാര്യം സക്സസ് ആയിട്ടുണ്ടോ? ഗസ നാശാവശമായിട്ട് ഇപ്പോഴും യുദ്ധം നടന്നുകൊണ്ടിരിക്കുക. ഇറാനുമായിട്ടുള്ള പ്രശ്നം എങ്ങും തീർന്നില്ല. കമേനി പറഞ്ഞ ഞങ്ങൾ ഇപ്പോഴും വീണ്ടും അണുബോംബ് റെഡിയായിക്കൊണ്ടിരിക്കുകയാണെന്നാണ് പറഞ്ഞത്. റഷ്യ ഉക്രൈൻ വാർ. പിന്നെ ഇന്നലെ വേറൊരു വാർത്ത ഉടനെ അതോട് ഇതിനിടയ്ക്ക് പറയാം. തായ്ലൻഡും കംബോഡിയയും തമ്മിലുള്ള ഒരു അതിർത്തി തർക്കം വെടിവെപ്പൊക്കെ ഉണ്ടായിരുന്നു. ആ യുദ്ധം തീർത്തതും ഇതൊക്കെ യുദ്ധം എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും ആ യുദ്ധം തീർത്തതും ട്രംപാണ്. ഇന്നിപ്പോ കംബോഡിയ ട്രംപിന് നോബൽ പ്രൈസ് കൊടുക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന്റെ പ്രസിഡന്റ് നോബൽ പ്രൈസ് ആണെന്ന് തോന്നുന്നു. അത് കിട്ടിക്കഴിഞ്ഞാൽ അടങ്ങുമായിരിക്കും എന്ന് തോന്നുന്നു. ഏതായാലും അതുവരെ അപ്പോഴത്തേക്ക് അമേരിക്ക ബാക്കി ഉണ്ടാവും എന്നുള്ള ഇതിൽ ഇദ്ദേഹം കയറി ഇരിക്കുന്നതുകൊണ്ട് ഏതായാലും അന്തിക്രിസ്തു എന്നുള്ള പേര് വളരെ കറക്റ്റ് ആണ്. ആ ഒരു കാര്യങ്ങൾ അതേ രീതിയിലാണ് പോകുന്നത്. രക്ഷിക്കാൻ അങ്ങനെയാണല്ലോ അന്തിക്രിസ്തുവിനെ അങ്ങനെയാണല്ലോ വിവരിക്കുന്നത്. രക്ഷിക്കാനായി വരികയും ഒടുവിൽ ഇതെല്ലാം പിടിച്ചെടുത്ത് കഴിയുമ്പോൾ എല്ലാം നശിപ്പിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണല്ലോ. കറക്റ്റ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്.